السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحابه أجمعين، أما بعد. പണയം വസ്തുവിൻ്റെ സാധനം സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അഥവാ അതിൻ്റെ ചെലവ് ഊനത്ത് ചെലവ് ആർക്കാണ്? ഉടമസ്ഥനാണ് അതിൻ്റെ ചിലവ്. വാല മാലിക്കിഹി ഊനത്തുൻ. പിന്നെ പറഞ്ഞു, അപ്പോൾ ഒരു സാധനം പണയം വെച്ചു, അതിന് ഉടമസ്ഥന സ്ഥലത്തില്ലെങ്കിലോ എന്നൊരു ചോദ്യം. അപ്പം എന്തു ചെയ്യും? ഒരാടിനെയാണ് പണയം വെച്ചത്. കൃഷിക്കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, പൈസ കടം കിട്ടാൻ എന്താണോ പണയം വെക്കാൻ ഉള്ളത് അതൊക്കെ പണയം വെക്കും. ചിലപ്പോൾ കത്തിയൊക്കെ ആയിരിക്കും പണയം വെക്കുന്നത്. അപ്പോൾ ഫൈൻ ഖാബ, അപ്പോൾ അതിൻ്റെ ഉടമസ്ഥന സ്ഥലത്തില്ല, ഔ ആയിസറ, അല്ലെങ്കിൽ അവന് ചെലവഴിക്കാൻ സാമ്പത്തിക പ്രയാസമുള്ള ആളാണ് എങ്കിൽ, ആയിസറ എന്നാണ് പ്രയാസമുള്ള ആളായാൽ, ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട് അയാളുടെ സമ്മതത്തോടുകൂടെ പണയം വെക്കുക, ചെലവാക്കുക. അപ്പോൾ ഇയാൾ ചെലവഴിക്കുന്ന പൈസക്കും ഈ സാധനം പണയ വസ്തുവായിട്ട് മാറും. അഥവാ അത് അയാൾ തരാനുള്ള പൈസയാവും. ഇപ്പോൾ ഈ ആടിന് ചിലവെടുക്കാനുള്ള, പുല്ല് കൊടുക്കാനുള്ള ഈ പൈസ അല്ലേ, അതും അയാൾ കടക്കാരനാകും. അതിൻ്റെയും പകരത്തിലുള്ള പണയായിട്ട് ഈ ആട് മാറും എന്നർത്ഥം. നേരത്തെ വാങ്ങിയ പൈസക്ക് പുറമെ ഈ ആടിന് ചിലവഴിച്ച പൈസയും കൂടെ അയാൾ കടം വാങ്ങിയതുപോലെ കണക്കാക്കുകയും ഈ ആട് അതിൻ്റെയും കൂടെ പണയമായി മാറുകയും ചെയ്യും. ഫൈൻ ഖാബ, അപ്പോൾ അയാൾ സ്ഥലത്തില്ലെങ്കിൽ, ഔ ആയിസറ, അല്ലെങ്കിൽ അയാൾ പ്രയാസമുള്ള ആളാണ് എങ്കിൽ, റാജഅൽ മുർത്തഹിനുൽ ഹാക്കിമ, മുർത്തഹിൻ ഭരണാധികാരിയുമായി കൂടി ആലോചിക്കണം. വലഹു, അവന് അൽ ഇൻഫാഖു, ചെലവഴിക്കാം, ബീദിനിഹി, ഭരണാധികാരിയുടെ സമ്മതത്തോടെ, ലിയക്കൂന റഹ്നം ബിൻ നഫഖത്തി അയ്ളൻ, ഈ ചെലവഴിച്ചതിന് കൂടെ പണയമായി തീരുന്നതിന് വേണ്ടി, ലിയക്കൂന പണയ സാധനമാകുന്നതിന് വേണ്ടി, അപ്പോൾ ആയിത്തീരും എന്നർത്ഥം. റഹ്നൻ പണയ വസ്തുവായി മാറും, ബിൻ നഫഖത്തി അയ്ളൻ നേരത്തെ വാങ്ങിയ കടത്തിന് പുറമെ ഈ ചെലവിന് കൂടെ പണയ വസ്തുവായിട്ട് മാറും. ഭരണാധികാരിയോടും സമ്മതം ചോദിക്കാൻ പ്രയാസമായാലോ, അപ്പോൾ ആരെങ്കിലുമൊക്കെ സാക്ഷികളാക്കിയിട്ട് ചെലവഴിക്കുക. എന്നാൽ പിന്നെ അയാൾ നാട്ടിലേക്ക് വരുമ്പോൾ അയാളോട് പറയാലോ, ഞാൻ ചിലവാക്കിയിട്ടുണ്ട്, ഇന്ന ആളുകൾ സാക്ഷികളാണ് എന്ന്. ഫൈൻ തഅദ്ദറസ്തിദാനുഹു, ഭരണാധികാരിയോട് സമ്മതം ചോദിക്കൽ ബുദ്ധിമുട്ടായാൽ, വാഷ്ഹദ ബിൽ ഇൻഫാഖി, അയാൾ ചെലവഴിക്കുന്നതിന് സാക്ഷികളെ വെക്കുകയും ചെയ്താൽ, എന്തിന്? ലിയർജിയ, പിന്നീട് അയാളോട് വാങ്ങാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ റജ, അയാളോട് വാങ്ങാവുന്നതാണ്. അയാൾ നാട്ടിലെത്തുമ്പോൾ അയാളോട് വാങ്ങാവുന്നതാണ്, കാരണം സാക്ഷി ഉണ്ടല്ലോ. അപ്പോൾ ഇല്ല, സാക്ഷികളെ വെച്ചിട്ടില്ലെങ്കിൽ ഫല, അപ്പോൾ പിന്നെ അയാൾക്ക് വാങ്ങാൻ പറ്റില്ല, മടങ്ങാൻ പറ്റില്ല, തിരിച്ചു വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്നോടൊരു 10,000 രൂപ കടം വാങ്ങി എൻ്റെ കയ്യിലൊരു സ്വർണ്ണ ചെയിൻ പണയം വെച്ചു. ഈ സ്വർണ്ണ ചെയിൻ എൻ്റെ കസ്റ്റഡിയിലാണ്. നിങ്ങൾ എനിക്ക് കടം വീട്ടുന്നില്ലെങ്കിൽ എനിക്ക് വിറ്റ് എൻ്റെ പൈസ വീണ്ടെടുക്കാനാണ് ഈ പണയം വെച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ മാല പിന്നെ മറ്റൊരാളടുത്ത് പണയം വെക്കാൻ പറ്റില്ല. ഒരടിമ സ്ത്രീയെയാണ് പണയം വെച്ചതെങ്കിൽ അതിനെ നിങ്ങൾക്ക് വത്ത് ചെയ്യാൻ പറ്റില്ല, സംയോഗം ചെയ്യാൻ പറ്റില്ല. അതുപോലെ അതിനെ കല്യാണം കഴിച്ചു കൊടുക്കാനും പറ്റില്ല. കല്യാണം കഴിച്ചു കൊടുക്കുക
എനിക്കാണെങ്കിൽ പറ്റും, എൻ്റെ അടുത്താണല്ലോ പണയം വെച്ചത്, എനിക്കതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ലല്ലോ. വലൈസലഹു ഉടമസ്ഥനില്ല അയിൽ മാലിക്ക് ബാദ ലുസൂമിർ റഹിനി കച്ചവടം പണയം ഉറച്ചതിന് ശേഷം, പണയപ്പഴം ഉറക്കുക സാധനം ഏൽപ്പിച്ചു കൊടുക്കലോടുകൂടെയാണല്ലോ. ഉടമസ്ഥന് പറ്റില്ല ബൈഉൻ അത് വിൽക്കാൻ പറ്റില്ല, വഖഫുൻ വഖഫ് ചെയ്യാൻ പറ്റില്ല, റഹുനുൻ പണയം വെക്കാനും, ലി ആഖറ മറ്റൊരാൾക്ക്, ലി അല്ലാ യുസാഹിമൽ മുർത്തഹിന കാരണം അവരൊക്കെ മുർത്തഹിനുമായി തർക്കത്തിലേർപ്പെടാതിരിക്കാൻ വേണ്ടി. കാരണം ഇത് വിറ്റ സാധനമാണ് എനിക്ക് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് പിന്നെ ആൾക്കാർ വരൂലേ. അപ്പോൾ സാഹമ എന്നാണ് തർക്കിച്ചു. ലി അല്ലാ യുസാഹിമൽ ലി അൻ ലാ യുസാഹിമൽ മുർത്തഹിന അവരൊക്കെ ആ മറ്റേ വ്യക്തി പണയത്തിൽ സ്വീകരിച്ച വ്യക്തിയുമായി തർക്കത്തിലേർപ്പെടാതിരിക്കാൻ വേണ്ടി, അയാളെ തിരക്കാതിരിക്കാൻ വേണ്ടി. സാഹമ എന്ന് പറഞ്ഞാൽ തിരക്കി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ വത്ത് ഉല്ലിൽ മർഹൂനത്തി പണയം വെക്കപ്പെട്ട അടിമ സ്ത്രീയെ വത്ത് ചെയ്യാനും പറ്റില്ല, ബിലായിദിനിഹി അയാളുടെ സമ്മതമില്ലാതെ. വൈലം തഹബൽ ഗർഭിണിയായിട്ടില്ലെങ്കിൽ പോലും. ഹബല എന്ന് പറഞ്ഞാൽ ഹമല എന്നർത്ഥം, ഗർഭിണിയായി. ഹബല ഹാബിൽ ഗർഭിണി എന്നാണ്. ഹസ്മല്ലിൽ ബാബി എന്തുകൊണ്ട് ആ അധ്യായം അങ്ങോട്ട് അടക്കാൻ വേണ്ടി, വത്തുവിൻ്റെ ബാബിന് അടക്കാൻ വേണ്ടി വത്ത് ചെയ്യാനും പാടില്ല, സമ്മതമില്ല. ഇനി ഗർഭമല്ലെങ്കിലും പാടില്ല എന്നുള്ളതിന് കാരണം ഗർഭം ഉണ്ടായോ ഇല്ലേ എന്നുള്ളതല്ല, വത്ത് തന്നെ വേണ്ട എന്ന് വെക്കുന്നതിന് വേണ്ടിയാണത്. ഹസ്മ എന്ന് പറഞ്ഞാൽ സദ്ദൻ എന്നർത്ഥം, അടക്കാൻ വേണ്ടി. ലിൽ ബാബി വത്തുവിൻ്റെ ആ ഗേറ്റ് ഇങ്ങോട്ട് അടക്കാൻ വേണ്ടി ഗർഭിണി ആയില്ലെങ്കിൽ പോലും വത്ത് ചെയ്യാൻ പറ്റില്ല. ഖിലാഫി സായിരി തമത്വായത് മറ്റുള്ള ആസ്വാദനങ്ങളൊക്കെ ആകാവുന്നതാണ്, വത്ത് പറ്റില്ല. തമത്വായത്ത് എന്ന് പറഞ്ഞാൽ ചുംബിക്കലോ തൊടലോ സ്പർശിക്കലോ ഒക്കെ പറ്റും. തമത്വൻ്റെ ആണ് തമത്വായത്ത്. അപ്പോൾ തഹില്ലു മറ്റുള്ള ശാരീരിക ആസ്വാദനങ്ങളെല്ലാം അനുവദനീയമാകും എപ്പോൾ ഇൻ അമിനൽ വത്ത് സംയോഗമുണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ. അതുപോലെ തസ്വീജുല്യ അമത്തിൻ മറുഹൂനത്തിൻ പണയത്തിലുള്ള അടിമ സ്ത്രീയെ കല്യാണം കഴിക്കാനും പറ്റില്ല, വിവാഹം ചെയ്തു കൊടുക്കാനും പറ്റില്ല. എന്തുകൊണ്ട്? ലിനഖ്സിഹി അൽ ഖീമത്ത് അത് വിലയെ കുറക്കും. പിന്നെ ഇയാൾക്ക് കടം കിട്ടാതിരിക്കുമ്പോൾ വിൽക്കുമ്പോൾ വില കുറഞ്ഞു പോവും. ലിനഖ്സിഹി അത് കുറക്കുന്നതിനാൽ, അൽ ഖീമത്ത് വില കുറക്കുന്നതിനാൽ. പക്ഷേ ലാ ഇൻകാന തസ്വീജു മിൻഹു ഔ ബിഇദ്നിഹി ഈ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ആണെങ്കിലൊഴികെ, മിൻഹു മുർത്തഹിനിന് തന്നെയാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഒഴികെ. ലാ ഇൻകാന തസ്വീജു ഈ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് മിൻഹുന ലഹു മുർത്തഹിനാകുമ്പോൾ അല്ല, അപ്പോൾ പറ്റും. ഔ ബിഇദ്നിഹി അല്ലെങ്കിൽ അവൻ്റെ സമ്മതത്തോടു കൂടി ആകുമ്പോൾ ലാ അപ്പോൾ പ്രശ്നമില്ല എന്നർത്ഥം. ഫലയം തനിയോ അപ്പോൾ അത് തെറ്റല്ല. അല റാഹിനി പണയം വെച്ചയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കൽ തെറ്റല്ല. അതുപോലെ എൻ്റെ കയ്യിലുള്ള പണയ വസ്തു എനിക്ക് വാടകയ്ക്ക് തരാനും പറ്റില്ല. എനിക്കല്ല, മറ്റൊരാൾക്ക്, പുറത്തുള്ള ഒരാൾക്ക് വാടക കൊടുക്കാനും പറ്റില്ല. ഒരു കാറാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പണയം വെച്ചതെങ്കിൽ, കാറൊക്കെ പണയം വെച്ചാൽ കടം വാങ്ങി പണയം വെക്കാറുണ്ടല്ലോ. അപ്പോൾ അതും വാടക കൊടുക്കാനും പറ്റില്ല, എൻ്റെ സമ്മതം വേണം. കഥ അതുപോലെ തന്നെ യജൂസുൽ ഇജാറത്തു വാടക കൊടുക്കലും അനുവദനീയമല്ല. അല്ലെ ഗൈരിൽ മുർത്തഹിനല്ലാത്ത പുറത്തുള്ളൊരു വ്യക്തിക്ക് ബിലായിദിന് സമ്മതമില്ലാതെ എപ്പോൾ വാടക കൊടുക്കാൻ പറ്റില്ല. ഇൻ ജാവസത്ത് മുദ്ദത്തുഹ അൽ മഹില്ല ഇതൊരു പ്രധാനപ്പെട്ട കൈതാണ്. ഈ ഇജാറത്തിൻ്റെ കാലം ഈ കടത്തിന് അവധി ഇറങ്ങുന്ന സമയവും കഴിഞ്ഞ് പോവുകയാണെങ്കിൽ, ഇപ്പോൾ 2 മാസമായാൽ ഇത് വിൽക്കാനുള്ള കടം വീട്ടാനുള്ള സമയമാകും. അതാണല്ലോ ഇപ്പോൾ അവധി. ഈ അവധി കഴിഞ്ഞിട്ടും വാടക കൊടുക്കുകയാണെങ്കിൽ, അതിനുള്ളിലാണെങ്കിൽ പറ്റും. ഇൻ ജാവസത്ത് മുദ്ദത്തുഹ അൽ മഹില്ല ഇജാറത്തിൻ്റെ സമയം
കടത്തിന് അവധി ഇറങ്ങുന്ന സമയവും കഴിയുകയാണെങ്കിൽ, അതിൻ്റെ അപ്പുറത്താണെങ്കിൽ നടത്തും, അപ്പോൾ പറ്റില്ല. വയജൂസ് ലഹുൽ ഇന്തിഫാഉ ബിർറുക്ബി വസ്സുക്ന. അതേ സമയത്ത് ഈ ഉടമസ്ഥന് താൻ പണയം വെച്ച വാഹനം, കാറോ മറ്റോ ഒക്കെ, വീടൊക്കെ ആണെങ്കിൽ യാത്ര ചെയ്യാനും ഉപയോഗിക്കാം, താമസിക്കാനും ഉപയോഗിക്കാം. ഒരു ഭൂമിയാണ് പണയം വെച്ചതെങ്കിൽ അവിടെ മരങ്ങൾ കുഴിച്ചിടാനോ അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു വർഷത്തേക്കാണ് പണയം വെച്ചത്, ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വരുന്ന കൃഷിയാണെങ്കിൽ പറ്റും. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ അതിന് മുമ്പന്നായിട്ട് ഈ കൃഷിയൊക്കെ അയാൾ പിഴുത് കൊണ്ടുപോകും, അത് കൊയ്തെടുക്കുമെന്നാണെങ്കിൽ പറ്റും. കാരണം ആ ഭൂമി വിൽക്കേണ്ട സമയത്ത് അയാൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി വയജൂസ് ലഹുൽ ഇന്തിഫാഉ, ഉടമസ്ഥന്, ലഹു എന്ന് പറഞ്ഞാൽ ഉടമസ്ഥന് അനുവദനീയമാണ് ഇന്തിഫാഉ ഉപകരിക്കൽ, പണയവസ്തു ഉപകരിക്കൽ, പ്രയോജനപ്പെടുത്തൽ, ബിർറുകൂബി വസ്സുക്ന, യാത്ര ചെയ്യൽ കൊണ്ടും, വസ്സുക്ന താമസിക്കൽ കൊണ്ടും. ലാബിൽ ബിനാഇ, കെട്ടിടം ഉണ്ടാക്കാൻ പറ്റില്ല, വൽ ഗർസി, കൃഷി ചെയ്യാനും പറ്റില്ല, മരങ്ങൾ നടാനും പറ്റില്ല, ഗർസ്. ഞാൻ പക്ഷേ ലൂക്കാനദ്ദൈന മുഅജ്ജലൻ, കടത്തിന് അവധിയുള്ളതാണെങ്കിൽ, വഖാല, ഉടമസ്ഥൻ പറയുകയും ചെയ്തു, അന അഖ്ലഉ ഇൻദൽ അജലി, അവധിയാകുമ്പോൾ ഞാൻ എൻ്റെ കൃഷിയിൽ നിന്നുള്ള കൃഷിയെ പിഴുതും, ഖല എന്ന പറിക്കും, പിഴുതെടുക്കും എന്ന് പറയുകയും ചെയ്താൽ ഒഴികെ. അങ്ങനെയാകുമ്പോൾ ഫലഹു, ഉടമസ്ഥന് ദാരിക, കെട്ടിടമുണ്ടാക്കാം, അതുപോലെ തന്നെ മരങ്ങൾ നടുകയും ചെയ്യാം. അപ്പോൾ പണയം വെച്ചയാൾക്ക് തൻ്റെ അടിമ സ്ത്രീയെ സംയോഗം ചെയ്യാം, സമ്മതം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പണയത്തിൽ സ്വീകരിച്ച വ്യക്തിക്കോ അത് വ്യഭിചാരമാണ്. ഉടമസ്ഥൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ പോലും അത് വ്യഭിചാരമാണ്, ഹറാമാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇസ്ലാമിക നിയമം ഹദ്, അയാൾക്ക് ശിക്ഷ അയാൾക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല അങ്ങനെ സംയോഗം ചെയ്ത മഹർ കൊടുക്കുകയും വേണ്ടി വരും, അവളെ നിർബന്ധിച്ചിട്ടാണെങ്കിൽ. അല്ല അവൾ തന്നെ മുതാവിയത്തായിട്ടാണെങ്കിലോ മഹർ കിട്ടൂല. വലൗ അമ്മാ വത്തുൽ മുർത്തഹിനി അൽ ജാരിയത്ത, പണയം സ്വീകരിച്ചയാൾ അടിമ സ്ത്രീയെ വത്ത് ചെയ്യുന്നത്, അൽ മർഹൂന അൽ ജാരിയത്ത് അൽ മർഹൂനത്ത, പണയത്തിലുള്ള അടിമ സ്ത്രീയെ ഉടമസ്ഥനല്ല മുർത്തഹിന് വത്ത് ചെയ്യുന്നത്, വലോബീദിനിൽ മാലിക്കി, ഉടമസ്ഥൻ്റെ സമ്മതത്തോടെയാണെങ്കിൽ പോലും ഫസിനൻ, അത് വ്യഭിചാരമാണ്. എപ്പോൾ? ഹൈസു അലിമത്ത് തഹരീമ, ഹറാമാണെന്ന് അറിയുന്ന സന്ദർഭത്തിൽ. ഹൈസു, അങ്ങനെ വരുമ്പോൾ ഫഅലൈഹിൽ ഹദ്ദു, അയാൾക്ക് ശിക്ഷ ഉണ്ടാകുന്നതാണ്, എറിഞ്ഞു കൊല്ലലോ നാടുകടത്തലോ ഒക്കെ. വയൽസമുഹുൽ മഹ്റു, അയാൾ ആ പെണ്ണിന് മഹ്ർ നൽകലും നിർബന്ധമാകും. മാലം തുതാബിഉഹു, അവൾ അയാൾക്ക് അനുസരിച്ചതല്ലെങ്കിൽ, താവ എന്നാണ് അനുസരിച്ചു, അതായത് നിർബന്ധിച്ചൊക്കെയാണ്. ആലിമത്തം ബി തഹരീമ, ഹറാമാണ് എന്നറിഞ്ഞുകൊണ്ട് അവൾ അയാൾക്ക് വഴിപ്പെട്ടതല്ലെങ്കിൽ, കീഴ്പ്പെട്ടതല്ലെങ്കിൽ മഹർ കിട്ടും. ഇമാം അത്താ റളിയല്ലാഹു അൻഹു അനുവദിച്ചു എന്നൊക്കെ ആരൊക്കെ പറയുന്നുണ്ട്. അത് ലൈഫാണ്, അദ്ദേഹത്തിൻ്റെ മേൽ ആരോ കളവ് പറഞ്ഞതാണ് ഇത്തരം ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി. ഒമാ നുസിബ, ഒരഭിപ്രായം, നുസിബ ഇല അത്വാഇൻ, ഇമാം മഹാനായ പണ്ഡിതൻ, താബഈ പണ്ഡിതൻ അത്താ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെട്ട് പറയുന്നൊരഭിപ്രായം എന്താണത്? മിൻ തജ്വീസിഹി, അദ്ദേഹം ജായിസാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അൽവത്ത്, ആ സംയോഗം ചെയ്യൽ, ബീദിനിൽ മാലിക്കി, ഉടമസ്ഥൻ്റെ സമ്മതത്തോടുകൂടെ എന്ന്
അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെട്ട് പറയുന്നൊരഭിപ്രായം നല്ല മുഖത്തെയാണ് അതിൻ്റെ ഖബർ ലഈഫുൻ ജിദ്ദൻ വളരെ ദുർബലമായ അഭിപ്രായമാണ്. ബൽ മാത്രമല്ല ഖീല പറയപ്പെട്ടിരിക്കുന്നു ഇന്നഹു മക്ദൂബൻ അലൈഹി അതായത് അദ്ദേഹത്തിൻ്റെ മേൽ വ്യാജമായി പറയപ്പെട്ടതാണെന്ന്. മക്ദൂബ് കദീബാക്കൾ പറഞ്ഞു. മറ്റൊരു മസ്അല സ്ത്രീകളൊക്കെ ചെയ്യുന്ന ഒരു രീതി ഒരു പതിവിനെ കുറിച്ചാണ്. ഖാദി അത്വയ്യിബുൻ നാഷിരി എന്ന് പറയുന്നവരുടെ ഒരു ഫത്വയാണ്. സ്ത്രീകൾ പൈസ കടം കൊടുക്കും, എന്നിട്ട് അതിന് പകരം ചെയ്യും സ്വർണം പണയത്തിൽ വാങ്ങും. ആ സ്വർണത്തിൽ പണയത്തിൽ വാങ്ങി ആ സ്വർണം ധരിക്കും ചെയ്യും. അപ്പോൾ എന്തിനാ കടം കൊടുക്കണത്? സ്വർണം പണയത്തിൽ വാങ്ങിയിട്ട് ധരിക്കാൻ വേണ്ടി. ഇത് പറ്റുമോ എന്നുള്ളതാണ്. ഇത് ഫാസിദായ ഒരു ഇജാറത്തിൻ്റെ ഹുക്കുമിലാണതുള്ളത്. ഈ പണയത്തിൽ വെച്ച് സ്വീകരിച്ച സാധനം അങ്ങനെ ധരിക്കാൻ പറ്റുമെന്നില്ലല്ലോ, ആ ഷർത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിന് ലമാനില്ല. സുയിലൽ ഖാദി ത്വയ്യിബുൻ നാശിരിയു ഖാദി ത്വയ്യിബുൻ നാശിരിയോട് ചോദിക്കപ്പെട്ടു അനിൽ ഹുക്മി ഒരു ഹുക്കുമിനെ കുറിച്ച്, അതായത് ലമാനുണ്ടോ ലമാനില്ലേ എന്നുള്ള വിഷയത്തിലിട്ടോ. ഫീമ ഇത്താദഹു നിസാഉ സ്ത്രീകൾ പതിവാക്കിയിട്ടുള്ള ഒരു സംഗതി എന്താണത്? മിൻ ഇർത്തിഹാനിൽ ഹുലിയ്യി ഒരു ആഭരണങ്ങൾ പണയത്തിൽ സ്വീകരിക്കുന്നു. പൈസ കടം കൊടുത്തിട്ട് ആഭരണങ്ങൾ പണയത്തിൽ സ്വീകരിക്കുന്നു. മാലിദിന് ഫീ ലുബ്സിഹ ധരിക്കാനുള്ള സമ്മതത്തോടു കൂടെ. സമ്മതം എന്നാലേ നമുക്ക് ധരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പണയത്തിന് കുഴപ്പമില്ല. ഫാജാബ അപ്പോൾ പറഞ്ഞു ലാ ലമാന, പക്ഷേ ലമാൻ ഉണ്ടാവില്ല. അല്ലല്ല മുർത്തഹിനത്തി പണയത്തിൽ സ്വീകരിച്ച വ്യക്തിക്ക് ഉത്തരവാദിത്തം ഉണ്ടാകില്ല. മാലബസി ധരിക്കലോടുകൂടെ നശിച്ചാൽ ഉത്തരവാദി ആവില്ല എന്നർത്ഥം. മറ്റേ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, പണയത്തിൽ സ്വീകരിച്ച സാധനം ഉപയോഗിച്ചാൽ കേട് വന്നാൽ ഉത്തരവാദിയാകുന്നു. ഇവിടെ ഉത്തരവാദിയാകില്ല. എന്നതാലിക്ക കാരണം അത് ഫി ഹുക്മി ഇജാറത്തിൻ ഫാസിദ ഫാസിദായ ഇജാറത്ത് വാടകയുടെ ഹുക്കുമിലാണ്. ഫാസിദായ ഇജാറത്ത് ലമാനില്ല എന്നാണല്ലോ നിയമം. മുഅല്ലിലൻ ദാലിക ബഹുമാനപ്പെട്ടവർ അതിന് കാരണം പറഞ്ഞു. അല്ലല എന്നാണ് കാരണം പറഞ്ഞു. ഫാസിദായ ഇജാറത്തിൻ്റെ ഹുക്കുമിലാണ് എന്ന് പറയുന്നതിന് അദ്ദേഹം പറഞ്ഞ കാരണം മുഅല്ലിലൻ ദാലിക അതിന് അദ്ദേഹം കാരണം പറഞ്ഞത് യന്നൽ മുഖ്രിദത്ത ലാ തുഖ്രിദു മാലഹ ഈ കടം കൊടുത്ത സ്ത്രീ അവൾ അവരുടെ സ്വത്ത് കടം കൊടുക്കുന്നില്ല. ലാ തുഖ്രിദു മാല ഇല്ലാ ലി അജലിൽ ഇർത്തിഹാനി വല്ലബസി രണ്ട് ഉദ്ദേശത്തിലാണ്. എന്താണത്? പണയം എന്നതും വല്ലബസി ധരിക്കുക എന്നതും. പണയത്തിൽ ആഭരണം കിട്ടണം, അത് ധരിക്കുകയും ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് ഇപ്പോൾ കടം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫജുഇല ദാലിക ഇവദൻ ഫാസിദൻ അപ്പോൾ അത് ഈ കടം കൊടുക്കുക എന്നതിനെ ഫാസിദായ പ്രതിഫലമാക്കി ഫി മുഖാബലത്ത് ലബ്സി ഈ ധരിക്കുക എന്നതിൻ്റെ പ്രതിഫലമായിട്ട് ധരിക്കാൻ കിട്ടുന്നു എന്നതിൻ്റെ മുഖാബലയിൽ അതിൻ്റെ ഒരു പകരം എന്ന രീതിയിൽ എന്ത് ചെയ്തു? പൈസ കടം കൊടുത്തു എന്നുള്ള പേര് പറയാം. ഓക്കെ. വാല മാലിക്കിഹി മുഅനത്തുൻ ഉടമസ്ഥനാണ് പണയവസ്തുവിൻ്റെ ചെലവുകൾ വഹിക്കേണ്ടത്. അപ്പോൾ ഫൈൻ ഖാബ അയാൾ സ്ഥലത്തില്ലെങ്കിൽ ഔ ആസ്ര അല്ലെങ്കിൽ അയാൾ പ്രയാസമുള്ള വ്യക്തിയാണെങ്കിൽ റാജ അൽ മുർത്തഹിനുൽ ഹാക്കിമ മുർത്തഹിൻ ഭരണാധികാരിയോട് കൂടി ആലോചിക്കണം. വലഹുൽ ഇംഫാഖ് ബിഇദ്നിഹി അയാളുടെ സമ്മതത്തോടു കൂടെ ചെലവഴിക്കുകയും ചെയ്യാം. ഇംഫാഖ് ചെലവാക്കുക. യകൂന ആ പണയവസ്തു അപ്പോൾ ആയിത്തീരും റഹനൻ അതും പണയമായിത്തീരും. പിന്നെ ഫഖത്ത് അയ്യതൻ ചെലവിൻ്റെ പകരമായിട്ടും ചെലവ് നൽകിയതിൻ്റെ പകരമായിട്ടും അത് പണയമായിത്തീരും. ഏത് നേരത്തെ പണയം വെച്ച സാധനം. ഫൈൻ താഴ്തറ ഇസ്തിഅ്ദാനുഹു അപ്പോൾ അയാളുടെ സമ്മതം ചോദിക്കാൻ പ്രയാസമായാൽ താഴ്തറ ഇസ്തിഅ്ദാൻ എന്ന സമ്മതം ചോദിക്കുക, ഇതിന് ചോദിക്കുക. വാഷഹദ ബിൽ ഇംഫാഖി ചെലവഴിക്കുന്നതിന് സാക്ഷികളെ വെക്കുകയും ചെയ്താൽ ലിയർജിയ പിന്നീട് ഉടമസ്ഥനോട് തിരിച്ചു വാങ്ങാൻ വേണ്ടി അങ്ങനെ ചെയ്താൽ റജ അയാൾക്ക് ഉടമസ്ഥനോട് തിരിച്ചു വാങ്ങാവുന്നതാണ്. ഉടമസ്ഥനോട് ആ ചെലവൊക്കെ പൈസ വാങ്ങാവുന്നതാണ്. ഇല്ല ഫലം അങ്ങനെ അല്ലെങ്കിൽ പറ്റില്ല. വലൈസലഹു ഈ ഉടമസ്ഥന് പറ്റില്ല. ബാദൽ ലുസൂമി റഹിനി കടം ഉറച്ചതിന് ശേഷം പണയം ഉറച്ചതിന് ശേഷം ലാസിമായതിനു ശേഷം വഖഫും റഹ്നുൽ ആഖറ
മറ്റൊരാൾക്ക് വിൽക്കാനോ വഖഫ് ചെയ്യാനോ വെക്കാനോ പറ്റില്ല. എല്ലാ ഇസാഹിമൽ മുർത്തഹിന, കാരണം അവരൊക്കെ മുർത്തഹിനുമായി തർക്കത്തിൽ ഏർപ്പെടാതിരിക്കാൻ വേണ്ടി. അതുപോലെ വത്തുലിൽ മർഹൂനത്തി ബിലായിദിനിഹി, ഉടമസ്ഥൻ്റെ മുർത്തഹിൻ്റെ സമ്മതമില്ലാതെ പണയത്തിലുള്ള അടിമ സ്ത്രീയെ വത്തു ചെയ്യാനും പറ്റില്ല. വൈലം തഹബൽ, ഗർഭിണിയായില്ലെങ്കിൽ പോലും പറ്റില്ല. അസ്മലിൽ ബാബി അൽബാബ്, ഈ വത്ത് എന്നുള്ള ആ അധ്യായം തന്നെ അടക്കാൻ വേണ്ടി. ഖിലാഫി സായിരി തമത്വാദി, മറ്റ് ആസ്വാദനങ്ങളൊന്നും ഇപ്രകാരമല്ല. എന്ന് വെച്ചാൽ തഹിഡ് അത് അനുവദനീയമാണ്. ഇന്നമിനൽ വത്ത് സംഭവിക്കില്ല എങ്കിൽ. തസ്ബീജുൽ യാമത്തി മർഹൂനത്തിൻ, പണയത്തിലുള്ള അടിമ സ്ത്രീയെ വിവാഹം ചെയ്യാനും പാടില്ല. ലിനഖ്സിഹിൽ ഖീമത്ത്, അത് വിലയെ കുറക്കും എന്നതിനാൽ. പക്ഷേ ലാ ഇൻകാന തസ്വീജു മിൻഹു, മുർത്തഹീനിന് തന്നെ കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒഴികെ. ഔ ബീദിനിഹി, അല്ലെങ്കിൽ അവൻ്റെ സമ്മതത്തോടെ മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒഴികെ. ഫലായും തനിയാവും, അപ്പോൾ അത് തെറ്റില്ല. അല റാഹിന് തെറ്റില്ല. ഒക്കതലാജു ഇജാറത്തുലി ഗൈറുൽ മുർത്തഹിനി, പണയ വസ്തു മുർത്തഹീനല്ലാത്തൊരു വ്യക്തിക്ക് വാടക കൊടുക്കാനും പറ്റില്ല. ബിലായിദിന് സമ്മതമില്ലാതെ. ഇപ്പോൾ ഇജാവസത്ത് മുദ്ദത്തുഹ അൽ മഹില്ല, ഇജാറത്തിൻ്റെ കാലാവധി കടത്തിന് അവധി ഇറങ്ങുന്ന സമയത്തേക്കാൾ കൂടുതലാണെങ്കിൽ, ഇജാവസത്തിന് കൂടുതലാണെങ്കിൽ. വിജൂസുലഹുൽ ഇന്തിഫാഉ ബിറുക്കൂബി വസുക്കന, ഉടമസ്ഥന് വാഹനപ്പുറത്ത് കയറിയിട്ടും യാത്ര ചെയ്തും താമസിച്ചുകൊണ്ടും പണയ വസ്തുവിനെ ഉപകരിക്കാം. ലാബിൽ ബിനായ വല്ല ഖർസി, കെട്ടിടങ്ങൾ ഉണ്ടാക്കിയോ നിർമ്മാണം ചെയ്തോ ചെടിയോ മരങ്ങളോ കുഴിച്ചിട്ടോ പറ്റില്ല. ഞാൻ പക്ഷേ നൗകാനദ്ദീന് മോചനൻ, കടത്തിന് അവധിയുള്ളതാണെങ്കിൽ. ഒക്കാൽ, അവൻ പറയുകയും ചെയ്തു, അക്കലോ എന്തല്ല ശരി, അവധിയാകുമ്പോൾ ഞാനതൊക്കെ പറിച്ചു മാറ്റാം, പൊയ്തു മാറ്റാം എന്ന് പറയുകയും ചെയ്താൽ ഫലഹു ദാലിക്, അപ്പോൾ ഉടമസ്ഥന് ദാലിക്, അത് അനുവദനീയമാണ്. വാമ്മ വത്തൂൽ മുർത്തഹിനി അൽ ജാരിയത്ത അൽ മർഹൂനത്ത, പണയത്തിലുള്ള അടിമ സ്ത്രീയെ പണയത്തിൽ സ്വീകരിച്ച വ്യക്തി ഉടമസ്ഥനല്ലാത്ത മുർത്തഹിന് വത്ത് ചെയ്യാൻ അലോബീദിന് മാലിക്കി, ഉടമസ്ഥൻ്റെ സമ്മതത്തോടെയാണെങ്കിലും ഫസീനത് വ്യഭിചാരമാണ്. ഹൈസാലിമ തഹരീം ഹറാമാണെന്ന് അവൻ അറിയുമ്പോൾ ഫാലിയിൽ ഹദ്ദു, അപ്പോൾ അവൻ്റെ മേൽ ശിക്ഷയുണ്ടാകും. വേൽസമുഹുൽ മഹ്റു മാലം തുത്താവിയുഹു, അവൾ വഴിപ്പെട്ടാത്ത കാലത്തോളം, അവൾ വഴിപ്പെട്ടുകൊണ്ട് വത്ത് ചെയ്തതല്ലാത്ത കാലത്തോളം മഹ്റു നിർബന്ധമാകും. വഴിപ്പെട്ടതല്ലെങ്കിൽ ആലിമത്തും ബി തഹരീം ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട്. വമാ നുസ്ബയില അത്താഇൻ, ഇമാം അത്താ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെട്ട് പറയുന്നൊരു അഭിപ്രായം, മിൻ തജ്ബീസിഹിൽ വത്ത് അബീദിൻ മാലിക്, ഉടമസ്ഥൻ്റെ സമ്മതത്തോടെ വത്ത് ചെയ്യാൻ അദ്ദേഹം അനുവദനീയമാക്കിയിട്ടുണ്ട് എന്നത് ലൈഫുൻ ജിദ്ദൻ ബൽ ഖീല ഇന്നഹു മക്ദൂബൻ അലൈഹി, അത് വളരെ ദുർബലമായ അഭിപ്രായമാണ്. അത് അദ്ദേഹത്തിന് മേൽ ആരോ കളവ് പറഞ്ഞതാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. വസുഇലൽ ഖാദി തയ്യിബുൻ നാശിരിയു അനിൽ ഹുക്മി ഫീമാ ഇതാദഹുൻ നിസാഉ, സ്ത്രീകൾ നാട്ടുപുറത്തൊക്കെ പതിവാക്കി ചെയ്യുന്ന, ഏത്താദാന പതിവാക്കിന, ആദത്ത് എന്ന് പോകുന്നതാണ് ഒരു സംഗതിയുടെ ഹുക്കുമിനെ കുറിച്ച് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കപ്പെട്ടു. എന്താണ് ആ പതിവാക്കിയത്? മഅത്താദൻ്റെ ബയാനാണ്. എന്താണ് ആ സ്ത്രീകൾ പതിവാക്കിയ സംഗതി? മുനിർത്തിഹാനിൽ ഹുലിയി, പൈസ കടം കൊടുത്തിട്ട് ആഭരണങ്ങൾ പണയത്തിൽ സ്വീകരിക്കുക. മാലിദിന് ഫീ ലുബ്സിഹ, ധരിക്കാനുള്ള സമ്മതം വാങ്ങുന്നതോടൊപ്പം. പണയ സാധനം ധരിക്കാൻ പറ്റൂലല്ലോ, അപ്പോൾ കടം കൊടുത്തതിനുള്ള പ്രതിഫലം ധരിക്കലാണ് എന്നർത്ഥം. ഫാജാബ, മറുപടി നൽകി, ലാലമാനൽ മുർത്തഹിനത്തി, ഇങ്ങനെ ധരിച്ച ഈ മുർത്തഹിനത്തിന് എന്തില്ല, ഉത്തരവാദിയാകുന്നതല്ല. മാലബസി ധരിച്ചാലും ഉത്തരവാദിയാവില്ല. എന്നതാലിക്ക ഫീ ഹുക്കം ഇജാറത്തിൻ ഫാസിദ, കാരണം അത് ഫാസിദായ ഒരു ഇജാറത്തിൻ്റെ ഹുക്കുമിലാണ്. ഫാസിദായ ഇജാറത്തിൽ ലമാനില്ലല്ലോ. മുഅല്ലിലൻ ദാലിക്ക, ബഹുമാനപ്പെട്ടവർ അതിന് കാരണം പറഞ്ഞത്, പിന്നൽ മുഖരില തലാ തുഖരില മാലഹ, ഈ കടം കൊടുത്ത പെണ്ണ്, അവരെന്നെയാണ് മുർത്തഹിനത്ത്, അവൾ ലാ തുഖരിലു, കടം കൊടുക്കുന്നില്ലല്ലോ, അക്രദാന കടം കൊടുത്തു എന്നാണ്. മാല, സ്വത്ത് കടം കൊടുക്കുന്നില്ലല്ലോ, ഇല്ലാലി അജൽ ഇർത്തിഹാനി വല്ലബസി, പണയത്തിൽ സ്വീകരിക്കുക, ധരിക്കുക എന്ന കാരണത്തിന് വേണ്ടിയല്ലാതെ. ഇപ്പോൾ ജോയിലദാലിക്കായി വലൻ ഫാസിദൻ, അപ്പോൾ ഈ കടം കൊടുക്കുക എന്നതാണ് ഇവിടെ പ്രതിഫലമാക്കപ്പെട്ടിരിക്കുന്നത്. ഫാസിദൻ, അസാധുവായ പ്രതിഫലമാക്കപ്പെട്ടിരിക്കുന്നത്. ഫി മുഖാലബത്തി ലുബസി, ധരിക്കുന്നതിനുള്ള പ്രതിഫലമായ. ഓക്കെ, ഇതാണ് കാര്യം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് നാഫിയായ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.